ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കലൊരു സന്യാസിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും കൂടി വനത്തിലൂടെ നടക്കുകയായിരുന്നു. ജ്ഞാനിയായ ഗുരുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ ശിഷ്യന്മാർക്ക് വലിയ സന്തോഷമായിരുന്നു. എന്നും പുതിയ പുതിയ അറിവുകൾ പകർന്നു തരുന്ന ഗുരു വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിവുള്ള ആളുമായിരുന്നു. യാത്രയുടെ ഇടയിൽ പെട്ടെന്ന് അവർ ഒരു കടുവയുടെ മുമ്പിൽ പെട്ടു. ശിഷ്യന്മാർ ഭയന്നൊരടി പുറകോട്ട് മാറി. എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നു. ഗുരു തൻ്റെ അരയിലുണ്ടായിരുന്ന വടിയെടുത്ത് വലതു കൈയിൽ പിടിച്ചു. തോളിൽ തൂക്കിയിട്ടിരുന്ന പുണ്യാഹ ജലത്തിൻ്റെ പാത്രം എടുത്ത് ഇടതു കൈയിലും പിടിച്ചു. ശിഷ്യന്മാർക്ക് സമാധാനമായി. കാരണം ആരെയും ഉഗ്രകോപത്താൽ ഭസ്മമാക്കാൻ കഴിവുള്ള ദിവ്യജ്ഞാനിയായ ഗുരു തൻ്റെ സവിശേഷ കഴിവ് ഉപയോഗിച്ച് കടുവയെ നശിപ്പിക്കാൻ പോകുന്നു. ആ വലിയ കാഴ്ചയ്ക്കായി അവർ ശ്രദ്ധയോടെ നിന്നു. എന്നാൽ ശിഷ്യന്മാർ മുഴുവൻ അമ്പരിപ്പിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുള്ള വടിയും പാത്രവും എല്ലാം വലിച്ചെറിഞ്ഞ് ആശ്രമത്തെ ലക്ഷ്യമാക്കി ഗുരു ഒറ്റ ഓട്ടം. പരിഭ്രാന്തരായ ശിഷ്യന്മാർ തലങ്ങും വിലങ്ങും ഓടി. അവസാനം എല്ലാവരും സുരക്ഷിതരായി ആശ്രമത്തിലെത്തി. ചെറുപുഞ്ചിരിയോടെ തൻ്റെ പീഠത്തിലിരുന്ന് വിശ്രമിക്കുന്ന ഗുരുവിനെയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. ശിഷ്യരിൽ ഒരുവൻ ചോദിച്ചു, പ്രിയ ഗുരു, അങ്ങ് എന്തുകൊണ്ടാണ് കടുവയുടെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്? ഒരു നിമിഷം കൊണ്ട് ആ കടുവയെ ഭസ്മമാക്കാൻ അങ്ങേക്ക് കഴിയുമായിരുന്നില്ലേ? ഗുരു പറഞ്ഞു, ശരിയാണ്, ഒരു നിമിഷം കൊണ്ട് എനിക്ക് ആ കടുവയെ ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അതിനുശേഷം എന്നിലുണ്ടാകുന്ന അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ശക്തി വേണം അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ എന്ന വലിയ പാഠം ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു ഗുരു. അഹങ്കാരത്താൽ സ്വന്തം ജീവിതം നശിപ്പിച്ച പലരെയും വിശുദ്ധ ബൈബിളിൽ കാണാൻ സാധിക്കും. അതിൽ പ്രധാനിയാണ് ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ശൗൽ. കഴുതകളെ അന്വേഷിച്ച് പോയവൻ തിരികെ വന്നത് ഇസ്രായേലിൻ്റെ രാജാവായിട്ടാണ്. വളരെ പെട്ടെന്നാണ് ശൗലിൻ്റെ ജീവിതത്തിൽ വളർച്ചയുണ്ടായത്. അധികാരവും സമ്പത്തും വർദ്ധിച്ച കൂട്ടത്തിൽ ശൗലിൽ അഹങ്കാരവും വർദ്ധിച്ചു. പുരോഹിതന്മാർക്ക് മാത്രം നടത്തുവാൻ അധികാരമുണ്ടായിരുന്ന ബലി കഴിക്കാൻ തുനിഞ്ഞതും ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതുമെല്ലാം ശൗലിനെ ദൈവത്തിൽ നിന്നും അകറ്റി. അവസാനം ശൗലിൻ്റെ ജീവിതം ആത്മഹത്യയിൽ കലാശിച്ചു. ചിലരൊക്കെ ഇങ്ങനെയാണ്. ദൈവം എന്തെങ്കിലും കഴിവുകൾ നൽകുമ്പോൾ, ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ, ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച ഉണ്ടാകുമ്പോൾ ഒക്കെ ദൈവ നടത്തിപ്പിനെയോർത്ത് വിനയപ്പെടാൻ കഴിയാതെ അഹങ്കരിക്കുന്നവർ. ഞാൻ ആരൊക്കെയോ ആയി എന്നൊരു തോന്നൽ, എനിക്ക് ആരുടെ സഹായം വേണ്ട, എനിക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും, എന്നെ ആരും പഠിപ്പിക്കാൻ വരേണ്ട തുടങ്ങിയ ചില വർത്തമാനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഓർക്കുക, നമ്മുടെ മനസ്സ് താഴ്മയിൽ നിന്നും അകന്നു മാറി അഹങ്കാരത്തിലേക്ക് പതിച്ചിരിക്കുന്നു. രാവിലെ വീശുന്ന കാറ്റിൽ മുഖത്ത് പറ്റുന്ന ഒരു പൂമ്പൊടി മതി നമ്മുടെ സൗന്ദര്യം നഷ്ടമാകാൻ. ഒരു തലവേദന വന്നാൽ അവസാനിക്കുന്നതേ ഉള്ളൂ നമ്മുടെ കഴിവുകൾ. അയക്കുന്ന മെസ്സേജിൽ ഒരു വാക്ക് മാറിപ്പോയാൽ നഷ്ടമാകാവുന്നതേ ഉള്ളൂ നമ്മുടെ സ്ഥാനമാനങ്ങൾ. 1 കൊരിന്ത്യർ 4:7. നിനക്കെന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? പൗലോസ്ലീഹ വിനയത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എത്ര ശ്രേഷ്ഠമായിട്ടാണ് പറയുന്നത്. അഹങ്കാരത്തെ തടയാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വന്നു ചേരുന്ന സ്ഥാനമാനങ്ങളും ഉയർച്ചകളും ഒക്കെ വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലത്. ജീവിതം അവസാനിക്കുമ്പോൾ വിശ്രമിക്കുവാൻ 6 അടി മണ്ണ് കിട്ടുമെന്നോ പുഴുക്കൾക്ക് കൂടായി തീരാൻ ഈ ശരീരം ബാക്കി വയ്ക്കുമെന്നോ പോലും ഉറപ്പില്ലാത്ത ഈ ജീവിതത്തിൽ അഹങ്കരിക്കാതെ വിനയത്തോടെ മുന്നോട്ട് പോകാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നിന്റെ ദാനം, എല്ലാം നിന്റെ ദാനം, എല്ലാം നിന്റെ ദാനം, എല്ലാം